നമസ്കാരം. ഒരു കഥ പറയട്ടെ. കഥ പറയുന്നതിന് മുമ്പ് ഈ കഥയിലെ ഒരു കഥാപാത്രമായിരിക്കും നിങ്ങളിൽ പലരും. അപ്പോൾ കഥ കേൾക്കുക, എന്നിട്ട് നിങ്ങൾ ഈ കഥയിലുണ്ടോ എന്ന് നിങ്ങളെ തന്നെ വിലയിരുത്തുക. കൂട്ടുകാരെ, ഹിമാലയ പർവ്വതത്തിൻ്റെ താഴെ ഒരു ശ്രീബുദ്ധ ഗുരുമന്ദിരമുണ്ടായിരുന്നു. അവിടെ ഒരു ഗുരുവും ശിഷ്യനും ജീവിച്ചിരുന്നു. ആ ഗുരുവും ശിഷ്യനും ജീവിച്ചിരുന്ന സമയത്ത് ആ ഗുരു സമയങ്ങളും മറ്റു കാര്യങ്ങൾക്കും സമയകൃത്യതയുള്ള ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഗുരുവിൻ്റെ ശിഷ്യനാകട്ടെ അതിന് തിരിച്ച സ്വഭാവമാണ്. ഇദ്ദേഹം വളരെ അലസതനും മടിയനുമായിരുന്നു. ഒരു കാര്യത്തിലും ഉത്തരവാദിത്തമില്ലാതെ എപ്പോഴും ഒരു അലസത ഭാഗത്ത് ജീവിച്ച വ്യക്തി. ഒരിക്കൽ ഇവൻ്റെ അലസതയും ഇവനെ ഇതിൽ നിന്നും മാറ്റണമെന്നും ഇവൻ്റെ സ്വഭാവത്തിൻ്റെ വ്യത്യസ്തത ഉണ്ടാകുന്ന ഗുരു വിചാരിച്ച് 2 ദിവസം അദ്ദേഹം മാറി നിൽക്കുവാൻ വേണ്ടി വിചാരിച്ചു. അപ്പോൾ അവൻ്റെ കയ്യിൽ ഒരു കറുത്ത കല്ല് കൊടുത്തിട്ട് പറഞ്ഞു, ഈ കറുത്ത കല്ല് ഇരുമ്പി കൊണ്ടുപോയി നീ ഉരസിയാൽ ഇതിൽ നിന്ന് ഇഷ്ടം പോലെ പൈസ ഉണ്ട്. അങ്ങനെ ഗുരു പറഞ്ഞിട്ട് വൈകുന്നേരമായപ്പോൾ അദ്ദേഹം ദാനത്തിന് വേണ്ടി തപസ്സിരിക്കാൻ പോയി. ഇനി യാത്രയായി ഇരുട്ട് വീണു. ഇനി അവൻ എന്ത് ചെയ്തു? അല്പം ഭക്ഷണം കഴിച്ച് ഗുരുമന്ദിരത്തിൽ ഉറങ്ങി. അവൻ കിനാബുകൾ ഏറെ കണ്ടു. നാളെ ഞാൻ കോടീശ്വരനാകും, ഈ കല്ലുകൊണ്ട് ഞാൻ പോയി ഒറിസി ഞാൻ വലിയ ഇതായിത്തീരുമെന്ന് വിചാരിച്ച് അവൻ എന്ത് ചെയ്തു? സ്വപ്നങ്ങൾ കണ്ടു അവൻ ഉറങ്ങി. പിറ്റേ ദിവസം പ്രഭാതം പുലരി കണ്ട് അവൻ എഴുന്നേറ്റ് പ്രഭാത ഭക്ഷണം കഴിച്ച് വീണ്ടും അവൻ ഉറങ്ങി വൈകുന്നേരമായി എഴുന്നേറ്റ് എന്നാൽ ഗുരു പറഞ്ഞതുപോലെ പോയി ഇരുമ്പിൽ, അത് ഇവിടെ അവൻ ഉള്ളയിടത്തില്ല, എന്നാൽ സിറ്റി വരെ പോകണം. സിറ്റി പോയി ഇരുമ്പി ഉരുസി പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അവൻ പോകാൻ ഇറങ്ങിയപ്പോൾ ആ ഗുരുമന്ദിരത്തിൻ്റെ ഫ്രണ്ടിൽ ഗുരു വന്ന് നിൽക്കുന്നു. അവന് പോകാൻ കഴിഞ്ഞില്ല. അവൻ വളരെ നിരാശനായി ഗുരുവിനോട് പറഞ്ഞു, ഒരവസരം കൂടെ തരും. ഗുരു പറഞ്ഞു, സമയത്തിനും കാര്യങ്ങൾക്കും മൂല്യം കൊടുക്കാത്ത നീ ഒരു ശിഷ്യനായിരിക്കാൻ യോഗ്യനല്ല. നിന്റെ അലസതയാണ് നിന്റെ എല്ലാത്തിനും തടസ്സം. നിന്റെ അലസത നീ ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ നീ കേട്ടിരുന്നെങ്കിൽ നിനക്ക് ഇന്ന് നല്ലൊരു സ്ഥാനത്ത് എത്താമായിരുന്നു എന്ന് ഗുരു പറഞ്ഞു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഈ കഥാപാത്രത്തെ പോലെയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച്, പലപ്പോഴും നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്, പക്ഷെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുവാനുള്ള മനസ്സില്ല. എല്ലാം നമ്മുടെ അടുത്തേക്ക് വരുമെന്നല്ല, നാം അവയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലണം. അതാണ് വേണ്ടത്. നമ്മുടെ ആഗ്രഹങ്ങൾ എന്താ? അതിനുവേണ്ടി നാം പ്രയത്നിക്കണം, അതിനുവേണ്ടി അധ്വാനിക്കണം, അതിനുവേണ്ടി നാം തന്നെ ഇറങ്ങിത്തിരിക്കണം. സ്വപ്നങ്ങൾ കണ്ടതുകൊണ്ട് കാര്യമില്ല, സ്വപ്നങ്ങൾ കണ്ടതുകൊണ്ട് കാര്യമില്ല. ഇതുപോലെ ഇരിക്കും നമ്മുടെ ജീവിതത്തിൽ. ഇതുപോലൊരു അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ കൂട്ടുകാരെ. സ്വപ്നങ്ങൾ കാണുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ അത് സാക്ഷാത്കരിക്കാൻ നമുക്കും ഇറങ്ങിത്തിരിക്കാം, നമുക്കും അതിനുവേണ്ടി പ്രയത്നിക്കാം. കാരണം നമ്മൾ അലസത വെടിയുക, നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്കും വിജയമുണ്ടാകും, നമുക്കും എവിടെയെങ്കിലും എത്തിച്ചേരാൻ കഴിയും. അതിന് സർവേശ്വരൻ കൃപ ചെയ്യട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.